അപ്പോൾ ഇതാണ് ഹരിയാനയുടെ സ്പെഷ്യലായിട്ടുള്ള ഡോഡ ബർഫി. നട്ട്സൊക്കെ ടോപ്പിംഗ് ഉണ്ട്. എന്താണ് ഫില്ലിംഗ് എന്നറിയാം, കഴിച്ചു നോക്കാം കേട്ടോ. നമ്മൾ ഈ ബൗണ്ടി മിഠായിയൊക്കെ കഴിക്കില്ലേ, അതിൻ്റെ രുചി. കാരമലൈസ്ഡ് ആയിട്ടുള്ള കോക്കനട്ട് ഗ്രേറ്റിങ്സ്, അതാണ് സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. ബൗണ്ടി കഴിക്കുന്ന പോലെ തന്നെയുണ്ട്. അടുത്തത് പനീർ ജിലേബി. ഈ പനീർ ജിലേബി ഞാൻ സാധാരണ ജിലേബിയൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് പനീർ ജിലേബി ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന രുചിയില്ലേ, അത് തന്നെ കൊള്ളാം. പനീർ ജിലേബിക്ക് തംസ് അപ്പ്. പക്ഷേ പനീർ ജിലേബി കഴിക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ട്രഡീഷണൽ ജിലേബി ആട്ടോ. അപ്പോൾ കൊള്ളാം പനീർ ജിലേബി, വർത്ത് ട്രൈ. ഇനി അടുത്തത് ഹരിയാനയിൽ വന്നിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഹരിയാന ബർഫിയാണ്. പിസ്ത, ആൽമണ്ട്സ്, ബദാമിൻ്റെയൊക്കെ ടോപ്പിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നമുക്ക് അറിയാൻ യാതൊരു വഴിയുമില്ല. കൈസ ചേട്ടൻ എന്തോ പറഞ്ഞു, പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. എന്തോ റോസ്റ്റഡ് ആയിട്ട് എന്തോ ചേർത്തിരിക്കുകയാണ്. എന്താണെന്ന് മനസ്സിലാവാൻ നോക്കാം. കഴിയുകയാണേ. ഇനി നമുക്ക് രസ്മലായി കഴിക്കാം. എന്താ അറിയോ, ഇഷ്ടമുള്ള ഭക്ഷണം വരുമ്പോൾ നമ്മളെങ്ങനെ നോ പറയാ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റത്തേക്ക് വെക്കാമെന്ന്. അപ്പോൾ അതാ ഇത് ബേസിക്കലി ഒരു ബോളാണ്, സെർവ്ഡ് വിത്ത് എന്തോ ഒരു പാനി. എനിക്കിതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളൊന്നും അറിയില്ല. നമ്മൾ കഴിക്കുമ്പോൾ അതൊക്കെ അന്വേഷിക്കണമെന്നുണ്ടോ അല്ലേ? എന്നാൽ നമുക്കിത് കഴിക്കാം. അങ്ങനെ ഭയങ്കര സ്വീറ്റുള്ള, എന്നാൽ തീരെ മധുര കുറവില്ല, ഒരു മീഡിയം മധുരം, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതിനൊക്കെ നോർമൽ ടെമ്പറേച്ചറാണ്, പക്ഷേ ഇത് തണുപ്പുണ്ട് അതിന്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കഴിച്ച സ്വീറ്റ്. ദോദ ബർഫി, ഹരിയാന ബർഫി, പനീർ ജിലേബി ആൻഡ് രസ്മലായി. അപ്പം ഹരിയാനയിൽ വരികയാണ്, ഈ ചൗധരി നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണ്, ചൗധരി സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യം കഴിച്ച ഈ മൈസൂർ മസാല ദോശയും എൻ്റെ മുമ്പിലിരിക്കുന്ന ഇപ്പോഴത്തെ സ്വീറ്റ്സ് ഒന്നും കഴിക്കാനായിട്ട് മറക്കണ്ട. എന്തായാലും ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ചൗധരിയിൽ നിന്ന് മെല്ലെ സ്ഥലം എടുക്കാം. ഓക്കെ.